നമസ്കാരം. SSC IBSന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും കാത്തിരുന്ന കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് 2024 ഏപ്രിൽ 8 സ്റ്റാർട്ട് ചെയ്ത് 2024 മെയ് 7 അവസാനിക്കും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 2024 മെയ് 7 പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് ഫീസ് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 മെയ് 8 ഇനി ആപ്ലിക്കേഷൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് റീകറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡേറ്റ്സ് മെയ് 10 മുതൽ മെയ് 11 വരെയാണ്. ഇപ്പോൾ ഡേറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഏജ് ആണ്. ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. 18 മുതൽ 27 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എന്താണ് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ 1997 ഓഗസ്റ്റ് 2 മുതൽ 2006 ഓഗസ്റ്റ് 1 വരെ ജനിച്ചവർക്ക് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ടത് SC/ST, OBC, എക്സ് സർവീസ്മാൻ, അതുപോലെ പെർമനന്റ് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്കെല്ലാം എന്താണ് അവർക്ക് നിയമാനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. പിന്നീട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡേറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ പഴയ സൈറ്റ് ഉണ്ട് ssc.nic.in, അതിൽ കയറി അപ്ലൈ ചെയ്യരുത്. നമ്മുടെ പുതിയ സൈറ്റായ ssc.gov.in വേണം അപ്ലൈ ചെയ്യാൻ. അതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാത്തവർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ആപ്ലിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയാണ്. SSCയുടെ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് എന്താണ് വിമൻ കാൻഡിഡേറ്റ്സിനും അതുപോലെ SC/ST, അതുപോലെ എക്സ് സർവീസ്മാൻ, അങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് എക്സംഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസിൽ നിന്ന്. എന്ന് വെച്ചാൽ അവർ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ട. പിന്നെ നമുക്ക് കേരളത്തിൽ ഏതൊക്കെയാണ് സെൻറ്റർ നോക്കി. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, ഇതൊക്കെയാണ് കേരളത്തിൽ നമുക്ക് എല്ലാ എക്സാം സെൻറ്റേഴ്സ്. ഇനി ഏതൊക്കെ പോസ്റ്റിലേക്കുള്ള എക്സാം ആണെന്ന് നോക്കണം. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ലോവർ ഡിവിഷൻ ക്ലർക്ക്, പിന്നെ അതുപോലെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ പോസ്റ്റൽ അസിസ്റ്റൻറ്റ് അതുപോലുള്ള എക്സാംസ് ഒക്കെ CGLലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കുള്ള പോസ്റ്റുകൾ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ലോവർ ഡിവിഷൻ ക്ലർക്ക്, അസിസ്റ്റൻറ്റ്, അത് അസിസ്റ്റന്റ് ഉദ്ദേശിക്കുന്നത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ആണ്. പിന്നെ 2 ലെവൽ എക്സാം ആണ്. നമ്മൾ ഏതൊക്കെയാണെന്ന് നോക്കി. Tier 1 ആൻഡ് Tier 2. Tier 1 വരുന്ന സബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കി. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്. എല്ലാം 25 ക്വസ്റ്റ്യൻ വീതമാണ് ഓരോ സബ്ജക്റ്റിനും. ഓരോ ചോദ്യങ്ങൾക്കും 2 മാർക്ക് വീതം. ടോട്ടൽ 200 മാർക്കിനാണ് Tier 1 എക്സാം നടക്കുന്നത്. 60 മിനിറ്റ് ആണ് എക്സാം ടൈം. അടുത്തത് Tier 2 എക്സാമിൻ്റെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെഷൻ 1 2 സബ്ജക്റ്റ് ആണ്, മാത്തമാറ്റിക്കൽ എബിലിറ്റീസും റീസണിങ്ങും. ഓരോ സബ്ജക്റ്റിനും 30 ചോദ്യങ്ങൾ വീതം, ടോട്ടൽ 60 ചോദ്യങ്ങൾ. ഒരു ചോദ്യത്തിന് 3 മാർക്ക്, അങ്ങനെ 180 മാർക്കിൻ്റെ പരീക്ഷയാണ്. സെഷൻ 1 1 മണിക്കൂറാണ് അലോഡ് ചെയ്തിരിക്കുന്നത്. ഈ സെഷൻ 2 2 സബ്ജക്റ്റ് തന്നെയാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷനും ജനറൽ അവയർനെസ്സും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷന് 40 ചോദ്യങ്ങളും ജനറൽ അവയർനെസ്സിൽ എന്ന സബ്ജക്റ്റിൽ നിന്ന് 20 ചോദ്യങ്ങളുമാണ്. ടോട്ടൽ 60 ചോദ്യങ്ങൾ, 3 മാർക്കാണ് ഒരു ചോദ്യത്തിന്. 180 മാർക്കിനാണ് സെഷൻ 2 എന്താണ് വരുന്നത്. ഈ ഓരോ സെഷനും 1 മണിക്കൂർ വീതം, ടോട്ടൽ 2 മണിക്കൂർ പരീക്ഷയാണ് Tier 2 വരുന്നത്. പിന്നീട് അഡീഷണൽ ആയിട്ടൊരു കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ ഉണ്ട്. അത് 15 മിനിറ്റ് ആണ്. അത് 15 ചോദ്യങ്ങളാണ്. 3 മാർക്കാണ് ഓരോ ചോദ്യത്തിനും. 45 ടോട്ടൽ മാർക്ക് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്കിൽ ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ SSC CHSLൻ്റെ എക്സാം പാറ്റേൺ. Tier 1, Tier 2. Tier 1 4 സബ്ജക്റ്റ്, Tier 2 2 സെഷനിലായിട്ട് 4 സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ട്. Tier 1 ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ മാസമാണ്. ജൂൺ ജൂലൈ ആണ് Tier 1 എക്സാം ഡേറ്റ് വരുന്നത്. ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യമായിട്ടാണ് എക്സാം ഡേറ്റ് വരാൻ സാധ്യതയുള്ളത്. Tier 2 എക്സാം ഡേറ്റ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ടെൻറ്റേറ്റീവ് വേക്കൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമിന് വേണ്ടി 3712 വേക്കൻസിയാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ CHSLൻ്റെ ഈ വർഷത്തെ വേക്കൻസി 3712. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം വേക്കൻസി കൂടുതലാണ്. അപ്പം എല്ലാവരും ഇത് ഏറ്റവും വലിയ അവസരമായിട്ട് കരുതുക. നല്ല പാക്കേജാണ്. നമ്മുടെ ബേസിക്കിന് പുറമെ DA 50% ഉണ്ട്.
പിന്നെ മറ്റ് അലവൻസ്. അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു +2 അടിസ്ഥാന യോഗ്യതയിൽ തന്നെ നമുക്ക് എന്താണ് ഉയർന്ന ശമ്പളത്തോടു കൂടി ഒരു കേന്ദ്ര സർക്കാർ ജോലി കരസ്ഥമാക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ ആരും അപ്ലൈ ചെയ്യാൻ കാത്തിരിക്കേണ്ട, ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. +2 അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൻ്റെ ബേസിക് പേ കാർഡിലും എന്താണ് 50% DA ഉണ്ട്, മറ്റ് അലവൻസസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി ആരും കളയരുത്, പ്രിപ്പയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി SSC IBS എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.